ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിയേട്ടൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഷെൽഫിലാ. ആ മുറിയിൽ തന്നെ അയാൾ കിടന്നുറങ്ങുന്നത്. മുറി കാണിച്ചെന്നാ മതി, ഞാൻ എടുത്തോളാം. ഉണർന്നാലോ? അതൊക്കെ നോക്കാം നമുക്ക്. ഞാനത് ഇന്നലെയും കൂടി കണ്ടതാ. ആരെങ്കിലും വന്ന് അത് അവിടെ നിന്ന് എടുക്കാതെ അത് അവിടെ നിന്ന് പോവില്ല. വീണേ, എന്താ? നീങ്ങി വന്നേ. നീ എന്റെ മുറിയിലെ ഷെൽഫിൽ നിന്ന് എന്തെങ്കിലും എടുത്തിരുന്നു? എനിക്കെന്താ നിങ്ങളുടെ ഷെൽഫ് നോക്കേണ്ട കാര്യം? എടി പെണ്ണെ, എവിടെയോ ഒളിഞ്ഞു നോക്കാനും തുളച്ചു കയറാനൊക്കെ നിനക്ക് നല്ല മിടുക്കാണല്ലോ. ദേ, എഴുത്തിട്ടുണ്ടെങ്കിൽ അത് നീ ഇങ്ങോട്ട് കൊടുത്തേ. ഞാൻ ആ മുറി കേറിയിട്ടില്ല. അല്ല, എന്താ മുറിന്ന് കാണാതായത്? അല്ല, കാണാതായത് എന്താ പുറത്തു പറയാൻ പറ്റാത്ത വല്ല കാര്യമാണോ? പറയാം. ജീവൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറാ കാണാതായത്. ഞാനത് അവിടെ വെച്ചിരുന്നതാ. അതുകൊണ്ടാ നിന്നോട് തന്നെ ചോദിക്കുന്നത്. ഡിവോഴ്സ് ജീവനും നിത്യം തമ്മിലല്ലേ? അതിന്റെ ആവശ്യക്കാരും നിങ്ങളും. എന്നിട്ട് പിന്നെ പേപ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? വീണേ, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതാ. എന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. നിങ്ങൾ കുറെ കാലായല്ലോ ഒരു മകളുടെ ജീവിതം കൈ പിടിച്ചോണ്ട് ബാക്കിയുള്ളവരുടെ നേരെ കുതിരയേറുന്നു. ഇതിന് മാത്രം അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? നിത്യമോളുടെ പ്രത്യേകത പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാകുകയല്ല. കാരണവേ, നിന്നെ പോലെ എല്ലാം തികഞ്ഞവരൊക്കെ അത്തരം പെൺകുട്ടികളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദേ നോക്ക്, ഇവരുടെ കുടുംബത്തിലൊരു അത്യാഹിതം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന നിത്യയുണ്ടല്ലോ, 8 വർഷമായിട്ട് ഹരിയെ കല്യാണം കഴിച്ചതാണെന്നും പറഞ്ഞ് ജീവനെ വിശ്വസിപ്പിച്ചവളാ. അതെന്നെയും കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടി ഹരിയുടെ മുറിയിൽ കിടന്നുറങ്ങിയവളല്ലേ? അപ്പൊ പ്രത്യേകിച്ച് ആരും ഒരു പുണ്യം പറയണ്ട. ശൗര്യം കാണിക്കലൊക്കെ ഇവരുടെ മുമ്പിൽ മതി. അപ്പൊ ഇവർക്ക് തോന്നും ഹരി നല്ലവനാണല്ലോ, നിത്യമോളെ അങ്ങ് സംരക്ഷിച്ചോളൂന്ന്. എനിക്ക് ഈ വേഷം കെട്ടലൊക്കെ കണ്ടാ മനസ്സിലാവും. എനിക്കേ ആ ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം അറിയില്ല. ഞാൻ അതിൽ തൊട്ടിട്ടില്ല. ഇനി അതിനു വേണ്ടി ബഹളം വെക്കാൻ ആരും എന്റെ അടുത്തേക്ക് വരണ്ട. സോറി ആന്റി. സാരമില്ല മോനെ, ഇത്രയൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ ഇതുകൂടി താങ്ങാൻ പറ്റും. ശരി. എല്ലാവരും ചേർന്ന് നമ്മളെ പറ്റിക്കായിരുന്നു. ഞാൻ ഇത് വളരെ മുമ്പേ പറഞ്ഞതല്ലേ. അന്നൊന്നും എന്റെ വാക്കുകൾ കേൾക്കാൻ തോന്നിയില്ലല്ലോ. വീണേ, എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നു തീർക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്നാ പിന്നെ ചെയ്യാത്തത് എന്താ? ഓ, പെങ്ങളുടെ
കല്യാണം അലങ്കോലാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അവളുടെ കല്യാണം നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്റെയോ? അതെ, അമ്മ ഒരു നാടകം കളിച്ചിട്ടാ നിത്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. ആ പേപ്പർ ഇപ്പൊ ഹരിയുടെ കയ്യിലുള്ളത്. അതെനിക്ക് വേണം. അതിപ്പോ എങ്ങനെ കിട്ടാനാ? അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അവനത് നിത്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവർ തമ്മിലങ്ങ് മുന്നോട്ട് പോകും. അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അത് നാളെ എനിക്കെതിരെയുള്ള ഒരു തെളിവാവും. വീണേ, എനിക്കത് കിട്ടിയേ പറ്റൂ. ഹരിയേട്ടൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഷെൽഫിലാ. ആ മുറിയിൽ തന്നെ അയാൾ കിടന്നുറങ്ങുന്നത്. മുറി കാണിച്ചെന്നാ മതി, ഞാനെടുത്തോളാം. ഉണർന്നാലോ? അതൊക്കെ നോക്കാം നമുക്ക്. എങ്കി വാ.